എടാ അളിയാടാ എവിടെ ഇന്ന്? എടാ ഒരു അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപ്പോഡാണ് ഒപ്പിച്ച് തരാൻ പറ്റും. വീഡിയോ എടുക്കാൻ വേണ്ടിയാ, യൂട്യൂബ് ഇടാനേ. അല്ല വഴിയില്ലേ, കുറച്ചാളായി പോയിട്ടിട്ട്. ഇല്ലടാ. ഓ ശരിയാടാ. കാസർഗോഡാ എവിടെ ഇന്ന്? അത്യാവശ്യം ഒരു കാര്യമുണ്ട്, ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപ്പോഡാണ് ഒപ്പിച്ച് തരാൻ പറ്റും. അവിടെ ഉള്ള പിള്ളേർക്കാന്ന് ചോദിച്ചു പോകും. ഇവിടെ പെട്ടെന്ന് വിളിക്കണം അത്യാവശ്യം. ഓ ശരി. ആ പറടാ, എന്തുവായി കിട്ടിയേ? ഇല്ലേ? A few moments later. ഹലോ മാമ, ഞാൻ ആ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി കൊണ്ട് പറയാം. ഇതാവുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാംജിത്ത്. ടെക്കോളി രാമയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ? അപ്പോൾ അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോയി. അത്യാവശ്യം ബലമൊക്കെയുള്ള ഫോൺ വയ്ക്കാൻ പറ്റുന്ന, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന, യൂട്യൂബേഴ്സിനൊക്കെ അത്യാവശ്യം ഉപകാരപ്പെടുന്ന രീതിയിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സംസാരിച്ച് ബോറാകുന്നത് വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത്രയും. ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അതായത് കുറച്ച് PVC പൈപ്പ്, പിന്നെ അതിൻ്റെ ജോയിൻറ്റുകൾ, ഈ ഷേപ്പിനുള്ള ജോയിൻറ്റ്, പിന്നെ മൂന്ന് ഒരു ജോയിൻറ്റ് കൂടെ 4 2 3 4 കർവ്ഡ് ഷേപ്പിലുള്ള ജോയിൻറ്റ്, പിന്നെ T ഷേപ്പ് ജോയിൻറ്റ് 3 എണ്ണം, T ഷേപ്പ് ജോയിൻറ്റ് 3 എണ്ണം, പിന്നെ ഒരു അല്ലാതെ ഇതാണ് 2 പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ജോയിൻറ്റ്, പിന്നെ ഒരു വലിയ PVC പൈപ്പുണ്ട് ഒരെണ്ണമുണ്ട്, ഒരു വലുത്. പിന്നെ ഈ PVC പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഈ PVC പൈപ്പിൻ്റെ നീളം. 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പ്. ഇതേപോലെ 50 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 പൈപ്പ് കട്ടിയിട്ടുണ്ട്. 1, ഇത് 2, പിന്നെ 4 ഞാൻ പറഞ്ഞില്ലേ, ഇനി 2 ഇല്ലേ? ആ 2 50 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇത് 50 സെൻറ്റിമീറ്റർ ഫുൾ 50 സെൻറ്റിമീറ്റർ. ഈ സാധനം ഞാൻ 2 ആയിട്ട് കട്ടാക്കി, 25 ആയിട്ട് കട്ടാക്കി. ഇതാണ് അടുത്ത 4ാമത്തത്. അതും 25 കട്ടാക്കി. ഇനി അത് കൂടാതെ നമ്മൾ ഒരു 50 സെൻറ്റിമീറ്റർ ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത്, അതും 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 25 പാതിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നൊരു പീസ് അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വലിയ ലെങ്ത് ഇങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വെച്ചേക്കാം. പിന്നെ ഈ വലിയ പീസ് PVC പൈപ്പിനും നീളം അങ്ങനെ പ്രത്യേകിച്ച് നീളമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് എന്തായാലും ആ സ്റ്റാൻഡിൽ താങ്ങാവുന്ന ഒരു നീളമാണ് ആ വലിയ PVC പൈപ്പിൻ്റെ നീളം. അത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ആ നീളം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഹൈറ്റിലാണ് ആ നീളം എടുത്തേക്കുന്നത്. ഞാൻ ഇത്തരം സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. വലിയ ചിലവൊന്നും വരുന്ന സംഭവങ്ങളല്ല. എനിക്ക് ജോയിൻറ്റിന് മാത്രമേ ചിലവായിട്ടുള്ളൂ. അതിന് വലിയ ചിലവൊന്നുമില്ല. നമ്മളൊരു ട്രൈപ്പോഡ് മേടിക്കാനാണെങ്കിൽ എന്തായാലും കുറഞ്ഞത് ഒരു 500-600 റേഞ്ചൊക്കെ വരും. പിന്നെ ഒരു 300-400-നകത്തുള്ള ട്രൈപ്പോഡൊക്കെ കിട്ടും ഫ്ലിപ്കാർട്ടിൽ. അത് അത്ര വലിയ ബലമൊന്നും കിട്ടത്തില്ല. പിന്നെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിച്ചെടുത്താൽ കുറേ കൂടെ ബലം കിട്ടും. ഞാൻ ഒട്ടിക്കുന്നില്ല എന്തായാലും സംഭവം ഒട്ടിക്കുന്നില്ലെന്ന് വെച്ചാൽ ഊരി ഉപയോഗിക്കാം. അപ്പം സ്പേസ് കുറച്ച് മതി. ഊരി അങ്ങ് വെച്ചിരുന്ന സ്പേസ് കുറച്ച് മതി. അതിന് വേണ്ടി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഷേപ്പില്ലേ, അതായത് ആ 50 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 PVC പൈപ്പ്. അതിൻ്റെ 2 എൻഡിലും ഓരോ കർവ്ഡ് ആയിട്ടുള്ള ജോയിൻറ്റ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ആ 2 PVC പൈപ്പിലും നമ്മൾ ആ 4 ജോയിൻറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 25 സെൻറ്റിമീറ്റർ ഉള്ള പൈപ്പ്, അടുത്ത 25 സെൻറ്റിമീറ്റർ ഉള്ള പൈപ്പ്. അത് കൂടാതെ പിന്നെ 2 25 സെൻറ്റിമീറ്റർ ഉള്ള 2 പൈപ്പ്. ഈ 4 അതായത് ഈ ഒരെണ്ണം എടുത്ത് ഈ എൻഡിലും, അടുത്ത ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ ഈ എൻഡിലും, പിന്നെ ബാക്കിയുള്ള 2 എടുത്ത് ഈ എൻഡിലും, ബാക്കിയുള്ള ഒരു PVC പൈപ്പും എടുത്ത് ഈ എൻഡിലും ജോയിൻ ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോണ സംഭവം എന്ന് വെച്ചാൽ ഈ എൻഡിൽ ഒരു T ഷേപ്പിൽ ജോയിൻറ്റും, അടുത്ത ഈ എൻഡിൽ T ഷേപ്പിൽ ജോയിൻറ്റും ഇങ്ങനെ ചെയ്യാം. അങ്ങനെ
ഇവിടെ ഒരു കർവ്ഡ് ഷേപ്പ് ജോയിൻറ്റ്, ഇവിടെ ടി ഷേപ്പ് ജോയിൻറ്റ് അങ്ങോട്ട് നോക്കിക്കുന്ന രീതിയിൽ ഇവിടെ കർവ്ഡ് ഷേപ്പ്, അവിടെ കർവ്, ടി ഷേപ്പ് ജോയിൻറ്റ് ഇങ്ങോട്ട് നോക്കിക്കുന്ന രീതിയിൽ അവിടെ കർവ്ഡ് ഷേപ്പ്. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പ്. അതിൽ ബാക്കിയുള്ള 2 25 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളത് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഈ ടി ഷേപ്പിൻ്റെ അവിടെയും ഫിക്സ് ചെയ്യണം. ഇതുവരെ കിട്ടിയ ഷേപ്പ് ഇതാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു ടി ഷേപ്പ്ഡ് ജോയിൻറ്റ് അത് ഈ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യും. ഭാഗം കണ്ടോ, ആ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യണം. അതായത് മുകളിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ, ആ ടി ഷേപ്പ് മുകളിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ ഷേപ്പ് ഇതാണ്. ഇവിടെ ടി ഷേപ്പ്ഡ് ജോയിൻറ്റ് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന രീതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വലിയ ലെങ്ത് നല്ല ലെങ്ത്തുള്ള ഈ PVC പൈപ്പ് എടുത്ത് ഈ മുകളിൽ ഈ ടി ഷേപ്പ്ഡ് ജോയിൻറ്റിൽ വയ്ക്കണം. ഈ ടി ഷേപ്പ്ഡ് ജോയിൻറ്റിൽ ഇവിടെ ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫിക്സ് ചെയ്ത്, അപ്പോൾ ഇതാണ് ഇവിടെയാണ് നമ്മൾ സെൽഫി സ്റ്റിക്കിൽ ഫോൺ വയ്ക്കാൻ പോകുന്ന സംഭവം. അപ്പോൾ ഇത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ഒരു പൈപ്പ് ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ഹൈറ്റ് കിട്ടാത്തവർക്ക് ഈ കണക്ടർ എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യും. ആ കണക്ടർ അവിടെ ഫിക്സ് ചെയ്തിട്ട് ഏകദേശം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ബാക്കി എനിക്കിത് ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളൂ. ഇത്രയും ഹൈറ്റും കൂടെ മാക്സിമം പോയാൽ അത് തന്നെ മാക്സിമം, ഇത് തന്നെ ധാരാളം. പിന്നെ ഇതും കൂടെ അത്യാവശ്യം വന്നാൽ അതിനുവേണ്ടി വെച്ചേക്കണം. ഇതെടുത്ത് ബാക്കി ഇവിടെ ഫിറ്റ് ചെയ്യും. ഉണ്ടോ? അപ്പോൾ ഇത്രയും ഹൈറ്റ് കിട്ടും. നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. ഈ സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മളെ സെൽഫി സ്റ്റിക്കാണ്, വേറെ ഒന്നുമല്ല. ഇത് എല്ലാവരും എന്തായാലും കാണും. ഒരു ഫോണൊക്കെ ഉള്ളവരെയും മിക്കവരെയും കാണും സെൽഫി സ്റ്റിക്ക്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ആയാലും സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് അത് അങ്ങനെ നോക്കുകയും ചെയ്യാതെ തന്നെ ഇതിനകത്ത് എടുത്ത് കയറ്റിയിരിക്കും. അപ്പോൾ ഇതങ്ങനെ ഇറങ്ങിപ്പോകത്തില്ല, ഇവിടം വരെ ഇത്രയും ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഫോൺ ഫിറ്റ് ചെയ്ത് ഏത് ആംഗിളിൽ നിന്ന് വെച്ചാൽ താഴോട്ടെങ്കിൽ താഴോട്ട്, നേരെയെങ്കിൽ നേരെ, എങ്ങനെ തിരിക്കണമെങ്കിൽ തിരിക്കാം, എങ്ങനെയാണെങ്കിലും വയ്ക്കാം. ഇങ്ങനെ ഇരിക്കും സംഭവം. നമ്മുടെ സ്റ്റാൻഡ് അപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇതാണ് സ്റ്റാൻഡിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് സംഭവം. ഇതാണ് സംഭവം. ഇത്രയും ജോയിൻറ്റുകൾ ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ഇവിടെ 50 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുത്തെ ഈ പൈപ്പ് എന്ന് പറഞ്ഞത് 25 സെൻറ്റിമീറ്റർ. 50-നെ 2ആയിട്ട് കട്ടാക്കി, നടുക്ക് വെച്ചിനെ 2 കട്ടാക്കി, ഇവിടെ 25, അതേപോലെ തന്നെ അപ്പർ സൈഡ് 25. പിന്നെ ഇവിടെ ഒരു കർവ്ഡ് ജോയിൻറ്റ്, അവിടെ ഒരു കർവ്ഡ് ജോയിൻറ്റ്, അവിടെ ഒരു കർവ്ഡ് ജോയിൻറ്റ്, ഇവിടെ ഒരു കർവ്ഡ് ജോയിൻറ്റ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടി ഷേപ്പ്ഡ് ജോയിൻറ്റ്, നടുക്കും ടി ഷേപ്പ്ഡ് ജോയിൻറ്റ്, അവിടെയും ടി ഷേപ്പ്ഡ് ജോയിൻറ്റ്. ഈ ടി ഷേപ്പ്ഡ് ജോയിൻറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിക്കുന്ന രീതിയിൽ, അവിടുത്തെ ടി ഷേപ്പ്ഡ് ജോയിൻറ്റ് ഇങ്ങോട്ട് നോക്കുന്ന രീതി. പിന്നെ ഇവിടെ നിന്ന് 25 സെൻറ്റിമീറ്റർ PVC പൈപ്പ് കണക്ട് ചെയ്ത്, ഇവിടെ നിന്ന് 25 സെൻറ്റിമീറ്റർ PVC പൈപ്പ് കണക്ട് ചെയ്ത്, ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് ഭാഗത്തുനിന്ന് ഒരു ടി ഷേപ്പ്ഡ് ജോയിൻറ്റ് കണക്ട് ചെയ്ത് അത് മുകളിലോട്ട്, അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഒരു ലെങ്ത് PVC പൈപ്പ് കണക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ ഫുൾ സെൽഫി സ്റ്റിക്ക് കയറ്റി വെച്ചേക്ക്. ആ സെൽഫി സ്റ്റിക്കിനകത്ത് നമ്മളെ ഫോൺ സെറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് വേണമെന്നത് അത് അതിനനുസരിച്ച് ഡയറക്ഷൻ മാറ്റി ഫോൺ ഉപയോഗിക്കാമെന്ന്. അത് വേണമെങ്കിൽ താഴോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടെങ്കിൽ ഈ സെൽഫി സ്റ്റിക്ക് ഒന്ന് പൊക്കിയിട്ട് താഴോട്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യും. നമ്മളെ ക്യാമറ കറക്റ്റ് താഴോട്ട് ഇങ്ങനെ ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ മാക്സിമം പെട്ടെന്ന് ഇടാൻ ശ്രമിക്കുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു പുതിയ വീഡിയോ അല്ല, പണ്ടേ ഉള്ള വീഡിയോ ആണ്. ഇത് ഞാൻ എന്തായാലും ഉണ്ടാക്കിയപ്പോഴും നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടും എന്ന രീതിക്ക് എല്ലാവരെയും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. Please start talking that trash, cause the vibes in the front all the way to the back.